ഹലോ വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് സവിശേഷക സമീപനം അല്ലെങ്കിൽ ട്രേറ്റ് അപ്രോച്ച്. ഗോർഡൻ വില്ലാർഡ് ആൽപോർട്ട് പറഞ്ഞിരിക്കുന്നത് ഒരു വ്യക്തിയുടെ സവിശേഷമായ പെരുമാറ്റത്തെയും അതേപോലെ ചിന്തയെയും നിർണ്ണയിക്കുന്ന പരിണാമവിധേയമായ ശാരീരിക മാനസിക ഘടനകളുടെ സംരചനയാണ് വ്യക്തിത്വം എന്നാണ്. ഇദ്ദേഹമാണ് വ്യക്തിത്വത്തിന് സമഗ്രമായ ഒരു നിർവചനം നൽകിയിരിക്കുന്നത്. നമ്മളിപ്പം വ്യക്തിത്വത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു വ്യക്തിയുടെ സവിശേഷമായ പെരുമാറ്റത്തെയും അതേപോലെ ചിന്തയെയും നിർണ്ണയിക്കുന്ന പരിണാമ വിധേയമായ ശാരീരിക മാനസിക ഘടനകളുടെ സംരചന എന്താണ് നമ്മൾ പറയുന്നത്? വ്യക്തിത്വം എന്നാണ് പറയുന്നത്. നോട്ട് ചെയ്യുക. പരിസ്ഥിതിയോട് വ്യക്തി പ്രകടിപ്പിക്കുന്ന തനിമയുള്ളതും അതേപോലെ താരതമ്യേന സ്ഥിരവുമായ പ്രതികരണത്തിന് കാരണമായ ആന്തരിക സവിശേഷ ഗുണത്തെ നമ്മൾ എന്ത് പറയും? സവിശേഷകം എന്ന് പറയും. എന്താണ് പറയുന്നത്? സവിശേഷകം എന്ന് പറയും. അതിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് എന്ത്? ട്രെയ്റ്റ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? സവിശേഷക സമീപനത്തെക്കുറിച്ചാണ്. മനസ്സിലായല്ലോ? സവിശേഷകം എന്ന് പറഞ്ഞാൽ എന്താണ്? പരിസ്ഥിതിയോട് വ്യക്തി എന്താണോ പ്രകടിപ്പിക്കുന്നത് ആ ഒരു പ്രതികരണത്തിന് കാരണമായ എന്താണ്? ആന്തരിക സവിശേഷ ഗുണത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രെയ്റ്റ് അല്ലെങ്കിൽ സവിശേഷകം എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ സവിശേഷതകൾ, അങ്ങനെ തന്നെ നമുക്ക് പറയാം. എന്ത് സവിശേഷതകളാണ്? ആന്തരിക സവിശേഷതകൾ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് നോക്കിക്കേ, ആൽപോർട്ട് വ്യക്തിത്വത്തിൻ്റെ വിശകലനം ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും? ഈ സവിശേഷതകളുടെ അടിസ്ഥാനത്തിലായിരിക്കും. അതിനു മുമ്പൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, സവിശേഷക സമീപനത്തിൻ്റെ വക്താവ് ആരായിരിക്കും? വേറെ എങ്ങോട്ട് ചിന്തിച്ചു പോണ്ട, അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ, ആൽപോർട്ട്. അതേപോലെ തന്നെ സവിശേഷക മനഃശാസ്ത്രജ്ഞൻ എന്ന് അറിയപ്പെട്ടിരുന്നതും ആരാണ്? ഇദ്ദേഹം തന്നെയാണ്. ആൽപോർട്ട് വ്യക്തിത്വ സവിശേഷകങ്ങളെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? മുഖ്യ സവിശേഷകങ്ങൾ, അതേപോലെ മധ്യമ സവിശേഷകങ്ങൾ, ദ്വിതീയ സവിശേഷകങ്ങൾ. അപ്പം ഈ മൂന്ന് കാര്യങ്ങൾ നോട്ട് ചെയ്യണേ. അപ്പോൾ നമുക്കിനി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഈ സവിശേഷകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം മുഖ്യ സവിശേഷകങ്ങൾ. ആ പേരിൽ തന്നെ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു വ്യക്തിയുടെ പ്രധാന വ്യവഹാരം അല്ലെങ്കിൽ പ്രധാന പെരുമാറ്റം അല്ലെങ്കിൽ ബിഹേവിയറിൽ മിക്കപ്പോഴും പ്രകടമാകുന്നതും മേൽക്കൈ നേടുന്നതുമായിട്ടുള്ള സ്വഭാവ സവിശേഷതയെ നമ്മൾ എന്തു പറയും? മുഖ്യ സവിശേഷകങ്ങൾ എന്ന് പറയും. അതായത് വ്യക്തിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും സ്വാധീനിക്കുന്ന ഏറ്റവും പ്രബലമായ ഒരു സവിശേഷത. മനസ്സിലായോ? ഉദാഹരണത്തിന് അക്രമരാഹിത്യം, അഹിംസ, ഫലിതബോധം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയട്ടെ. നമ്മുടെ ഗാന്ധിജിയില്ലേ, അദ്ദേഹത്തിന് എന്തായിരിക്കും അപ്പം മുഖ്യ സവിശേഷകമായിട്ടുള്ളത്? അഹിംസ. സിമ്പിൾ അല്ലേ? അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു മുഖ്യ സവിശേഷകം. അടുത്തത് മധ്യമ സവിശേഷകങ്ങൾ. ഒരു വ്യക്തിയെ സാമാന്യമായി വിവരിക്കുന്നതും മുഖ്യ സവിശേഷകത്തോളം സമഗ്രവും വ്യാപകവുമല്ലെങ്കിലും നല്ല രീതിയിൽ പ്രകടമാകുന്ന സ്വഭാവ സവിശേഷതയാണ് എന്ത്? മധ്യമ സവിശേഷകങ്ങൾ. മനസ്സിലായോ? അതിന് ഉദാഹരണം എന്തായിരിക്കും? സ്വാർത്ഥത, മത്സരബുദ്ധി, മനസ്സിലായോ? വിശ്വാസം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇനി മൂന്നാമത്തത് അതെന്താണ്? ദ്വിതീയ സവിശേഷകങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? സവിശേഷ സാഹചര്യങ്ങളിൽ മാത്രം പ്രകടമാകുന്നത്, അതായത് പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം പ്രകടമാകുന്നതും പ്രവർത്തന മേഖലകളിൽ കുറഞ്ഞ തോതിൽ മാത്രം സ്വാധീനം ചെലുത്തുന്നതുമായ ഒരു സവിശേഷതയാണ് എന്ത്? ദ്വിതീയ സവിശേഷകങ്ങൾ. ഒരാളുടെ വ്യക്തിത്വത്തെ നിർണ്ണയിക്കുന്നത് എന്തായിരിക്കും? അപ്പം മുഖ്യ സവിശേഷകങ്ങളും ചില മധ്യമ സവിശേഷകങ്ങളുമായിരിക്കും. ഈ പറഞ്ഞ ദ്വിതീയ സവിശേഷതകളാണെങ്കിലോ നമുക്ക് ചില സമയങ്ങളിൽ വളരെ കുറച്ച് മാത്രം സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ്. അപ്പോൾ ഈ മൂന്നും കൂടെ ചേർന്നതിനെ നമ്മൾ എന്താണ് പറയുന്നത്? സവിശേഷക സമീപനം എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സവിശേഷക സമീപനം എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഞാനെങ്കിലും ഒന്ന് രണ്ട് ചോദ്യം ചോദിക്കാം. ശ്രീബുദ്ധനിലെ അഹിംസ താഴെ പറയുന്നവയിൽ ഏതിന് ഉദാഹരണമാണ്? ഓപ്ഷൻ എ കേന്ദ്ര സവിശേഷകം, ഓപ്ഷൻ ബി മുഖ്യ സവിശേഷകം, ഓപ്ഷൻ സി ദ്വിതീയ സവിശേഷകം, ഓപ്ഷൻ ഡി ഇതൊന്നും ഉദാഹരണമല്ല. ഉത്തരം ഏതാണ്? സിമ്പിളല്ലേ? ഉത്തരം മുഖ്യ സവിശേഷകമാണ്. ഇനി അടുത്ത ഒരു ചോദ്യം. ഓരോ വ്യക്തിയെയും വേർതിരിക്കുന്ന സവിശേഷമായ ഘടകങ്ങളിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സവിശേഷകത്തിന് ആൽപോർട്ട് നൽകുന്ന പേര് എന്താണ്? എന്താണ് ഉത്തരം? മുഖ്യ സവിശേഷകങ്ങൾ. ഇനി വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട ട്രെയ്റ്റ്
തിയറി മുന്നോട്ട് വെച്ചത് ആരാണ്? ആരാണ്? ആൽപോർട്ടാണ്. ഇതൊക്കെ മുമ്പ് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. താങ്ക് യു.